ഉരുൾപൊട്ടലിൽ കാണാതായ ആളുകൾക്കായുള്ള തെരച്ചിൽ ഇന്നും തുടരും. ചൂരൽമലയിലെ ദുരന്തബാധിതർക്ക് ഒരു വാടക വീട് എന്ന മുദ്രാവാക്യവുമായി സർവകക്ഷികളുടെ നേതൃത്വത്തിൽ വാടക വീടുകൾക്കായുള്ള അന്വേഷണം തുടരുന്നുവെന്ന് അവിടെ ക്യാമ്പ് ചെയ്യുന്ന നമ്മുടെ വിവിധ വാർത്താ സംഘങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി ചൂരൽമലയിൽ നിന്ന് ഷഹദ് റഹ്മാനും അതുപോലെ ചാലിയാർ തീരത്ത് നിന്ന് നിതിൻ അംബുജനും തത്സമയം മോർണിംഗ് ഷോയിൽ വരികയാണ്. ആദ്യം ഷഹദ് റഹ്മാൻ ചേരുന്നു. ഷഹദ്, ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് മോർണിംഗ് ടു നിതിൻ അംബുജൻ. പറയൂ ഷഹദ് റഹ്മാൻ. ഈ സംഭവം നടന്നിട്ട് ഇന്ന് 16 ദിവസത്തിലേക്ക് കടക്കുകയാണ്. അപ്പോഴും കാണാമറയത്തുള്ളത് കുറെ അധികം പേരാണ്. അതായത് സർക്കാരിന്റെ ഔദ്യോഗികമായിട്ടുള്ള കണക്കനുസരിച്ച് 124 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. കാരണം ഇന്നലെ 6 ശരീരഭാഗങ്ങൾ കണ്ടെത്തി. ഒന്ന് ഞാൻ ഈ നിൽക്കുന്ന ചൂരൽമലയിൽ നിന്ന് ഈ വെള്ളാർമലയുടെ ഏറ്റവും മുകൾ ഭാഗത്തു നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. മറ്റൊന്ന് ഈ 5 ശരീരഭാഗം കണ്ടെത്തിയിട്ടുള്ളത് ചാലിയാറിന്റെ തീരത്ത് നിന്നാണ്. അപ്പോൾ ഇന്നലെ 6 എണ്ണം കണ്ടെത്തി. ഇനി 124 പേരെ കണ്ടെത്താനുണ്ട്. ഇന്നലെ കണ്ടെത്തിയ ഈ ശരീരഭാഗങ്ങൾ ഒന്നും തന്നെ സംസ്കരിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് അതിന്റെ സംസ്കാര ചടങ്ങുകൾ വൈകിട്ടുണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ നമുക്കറിയാം വൈകിട്ടോടു കൂടി അതിശക്തമായിട്ടുള്ള മഴയായിരുന്നു ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ഇവിടുത്തെ തെരച്ചിലൊക്കെ പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുകയും ഇവിടെ നിന്ന് ആളുകളെ പൂർണ്ണമായിട്ടും ഒഴിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ബെയിലി പാലത്തിന് സമീപത്താണ്. നമുക്ക് കാണാം എൻ്റെ ഇടത് ഭാഗത്തായിട്ട് ഇന്നലെ ഈ തകർന്ന ഈ രക്ഷാദൗത്യത്തിനൊക്കെ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ആദ്യഘട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ സ്ക്രീനിൽ കാണുന്ന ഈ താൽക്കാലിക പാലമാണ്. ഈ താൽക്കാലിക പാലം ഇന്നലത്തെ കനത്ത മഴയിൽ ഈ മലവെള്ളപ്പാച്ചിലിന്റെ കുത്തൊഴുക്കിൽ പൂർണ്ണമായിട്ടും തകർന്നു. ഇന്നലെ വരെ ഇതുവഴി ഫയർഫോഴ്സിന്റെയും അതുപോലെ തന്നെ മറ്റ് വിവിധ സേനാംഗങ്ങളുടെയും നേതൃത്വത്തിൽ പോവുകയും വരികയും ഒക്കെ ചെയ്തിരുന്ന പാലമാണ്. എന്നാൽ ഇന്നലെ വൈകിട്ട് 4 മണിയോട് കൂടിയിട്ടാണ് ഇത്തരത്തിൽ ഈ അപകടം ഉണ്ടാകുന്നത്. ഈ അപകടത്തെ തുടർന്ന് ഈ പാലം പൂർണ്ണമായിട്ടും തകർന്നു. ദൃശ്യങ്ങളിൽ കാണാം ഇപ്പോഴും നല്ല രീതിയിൽ കുത്തൊഴുക്ക് ഈ വെള്ളത്തിനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുള്ള തെരച്ചിൽ എന്ന് പറയുന്നത് ഈ കെട്ടിടങ്ങൾ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലാണ്. ഇപ്പോൾ എൻ്റെ വലത് സൈഡിൽ നിൽക്കുന്നത് ഈ ചൂരൽമല സ്കൂളാണ്. ഈ ചൂരൽമല സ്കൂളിൽ നിന്നാണ് ഇന്നലെ ഇതിന്റെ ആദ്യഘട്ട പരിശോധന ആരംഭിച്ചിട്ടുള്ളത്. അതായത് ഈ കെട്ടിടങ്ങൾക്കകത്ത് ആണ് ഇനി മുതൽ പരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലാണ്. ഇന്നലെ 300 അംഗ സംഘ ഫയർഫോഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് അതിന്റെ നേർപകുതിയായിട്ട് കുറയ്ക്കും എന്നുള്ളതാണ് നമ്മൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കെട്ടിടങ്ങൾക്കുള്ളിൽ ചെറിയ ഹിറ്റാച്ചികൾ കയറ്റി അതിൻ്റെ ഉള്ളിൽ നിന്ന് പരമാവധി ചളിയും മണ്ണും നീക്കം ചെയ്ത് ആരെങ്കിലും കണ്ടെത്താനുണ്ടെങ്കിൽ അത് കണ്ടെത്തുകയും അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഡോക്യുമെന്റുകൾ കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ അത് കണ്ടെത്താനുള്ള ശ്രമമാണ് ഇന്ന് പ്രധാനമായിട്ടും ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമായിട്ട് ഇന്നലെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. മറ്റൊന്ന് SKN അല്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ അതായത് കുറെ അധികം ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ക്യാമ്പിൽ കഴിയുന്ന ആളുകളെ ഇനി വാടക വീടുകളിലേക്ക് മാറ്റി പാർപ്പിക്കേണ്ടതുണ്ട്. കാരണം അടുത്ത ദിവസം സ്കൂൾ ആരംഭിക്കാൻ പോവുകയാണ്. ആ ഒരു ഘട്ടത്തിൽ ഈ സ്കൂൾ ആരംഭിക്കുമ്പോൾ ഇപ്പോൾ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടത് അത്യാവശ്യവുമാണ്. ആ ഒരു ഘട്ടത്തിൽ കുറെ അധികം ആളുകൾക്ക് ഇപ്പോൾ ഈ വാടക വീടുകളൊക്കെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി കൂടുതൽ ആളുകൾക്ക് വാടക വീട് കണ്ടെത്തേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ജനപ്രതിനിധികൾ അതുപോലെ തന്നെ വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ പഞ്ചായത്തിലെ ജനപ്രതിനിധികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്നു മുതൽ തിരച്ചിൽ ആരംഭിക്കാൻ പോവുകയാണ് കൂടുതൽ വാടക വീടുകൾ കണ്ടെത്താനായിട്ട്. അപ്പോൾ അതിനുള്ള ശ്രമം ഇന്നു മുതൽ ആരംഭിക്കും എന്നുള്ളതാണ് നമുക്ക് ഔദ്യോഗികമായിട്ട് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ സംസ്കരിക്കാത്ത മൃതദേഹങ്ങൾ ഇന്ന് സംസ്കരിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇന്നു മുതൽ ഈ സേന അംഗങ്ങളുടെ എണ്ണത്തിൽ വലിയ രീതിയിലുള്ള കുറവ് വരും. കാരണം പരമാവധി സാധ്യമായ എല്ലാ ഇടങ്ങളിലും തിരച്ചിൽ നടത്തിയിട്ടുണ്ട്. അതുപോലെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരുടെ ഒക്കെ തന്നെ നേതൃത്വത്തിൽ തിരച്ചിൽ പല ഭാഗങ്ങളിലായിട്ട് പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ അതായത് ഇത്രയും അധികം സേനയുടെ ആവശ്യമില്ല എന്നുള്ളതുകൊണ്ട് ഈ സേനാംഗങ്ങളുടെ എണ്ണത്തിൽ ഇന്നു മുതൽ വലിയ രീതിയിലുള്ള കുറവ് വരും. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഈ ബെയിലി പാലത്തിന് സമീപത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥരെയാണ്. ഇവർ ഇവിടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനി ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർ കൊണ്ട് വരേണ്ടതുണ്ട്. എന്തായാലും തിരച്ചിൽ ഇന്ന് അല്പസമയത്തിനകം വീണ്ടും പുനരാരംഭിക്കും. താങ്ക് യു. ഇനി നിതിൻ അംബുജൻ ചേരുന്നു. നിതിൻ, ഗുഡ് മോർണിംഗ്. നിതിൻ, വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. നേരത്തെ ഷഹദ് സൂചിപ്പിച്ച പോലെ തന്നെ കാണാമറയത്തുള്ളത് നിരവധി പേരാണ്. ഈ കാണാമറയത്തുള്ളവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ചാലിയാറിൽ ഇന്നും തുടരും. ഞാനിപ്പോൾ നിൽക്കുന്നത് ചാലിയാറിലെ മമ്പാട് പാലത്തിന് സമീപമാണ്. മമ്പാട് പാലത്തിലെ മമ്പാട് റെഗുലേറ്ററിൽ കേന്ദ്രീകരിച്ച് ഇന്നലെ സ്കൂബ സംഘം പരിശോധന നടത്തിയിരുന്നു. ഇന്നും സമാനമായ നിലയിൽ ഈ മമ്പാട് പാലത്തിന് സമീപം സ്കൂബ സംഘം പരിശോധന നടത്തും. ഈ ഒരു സ്ഥലം ചാലിയാറിന്റെ ഈ ഒരു ഭാഗം അല്പം ആഴമേറിയതാണ്. അതുകൊണ്ട് തന്നെ ഈ മുങ്ങൽ വിദഗ്ധരെ അടക്കം ഇവിടെ എത്തിച്ചുകൊണ്ട് തിരച്ചിൽ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഈ മണ്ണിനടിയിൽ ശരീരഭാഗങ്ങൾ ഉണ്ടാകാം എന്നുള്ളൊരു
നിഗമനത്തിലാണുള്ളത്. നേരത്തെ ഉരുൾപൊട്ടിയ സമയത്ത് നിരവധി അവശിഷ്ടങ്ങൾ ഇവിടെ വന്ന് അടിയുകയായിരുന്നു. അതിനുശേഷം പിന്നീട് ഇതെല്ലാം തന്നെ ഇവിടെ നീക്കം ചെയ്യുകയായിരുന്നു. എന്തായാലും അല്പം ആഴമേറിയ ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ സ്കൂബ സംഘത്തിന്റെ സഹായം ഇവിടെ തേടേണ്ടതുണ്ട്. മറ്റൊന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുണ്ടേരി, അതോടൊപ്പം തന്നെ പരപ്പൻപാറ, കുമ്പളപ്പാറ തുടങ്ങിയ മേഖലകളിലുള്ള തിരച്ചിൽ ഇന്നും തുടരും. ഇന്ന് ജനകീയ തിരച്ചിലല്ല, പക്ഷേ സേനാ വിഭാഗങ്ങളെല്ലാം തന്നെ രാവിലെ 9 മണിയോടെ തന്നെ തിരച്ചിൽ ആരംഭിക്കും. NDRF, അതോടൊപ്പം പോലീസ്, തണ്ടർബോൾട്ട് അടക്കമുള്ള സംഘം, കൂടാതെ ഫയർഫോഴ്സ് അടക്കമുള്ള സംഘത്തിന്റെ നേതൃത്വത്തിലാണ് തെരച്ചിൽ നടക്കുക. ഇന്നലെ ജനകീയ തെരച്ചിൽ നടത്തിയിരുന്നു. ജനകീയ തെരച്ചിൽ നടത്തിയപ്പോൾ 5 ശരീരഭാഗങ്ങളാണ് ചാലിയാർ തീരത്ത് നിന്നും കണ്ടെത്തിയത്. അതോടൊപ്പം തന്നെ ഈ ഒരു ചാലിയാർ തീരത്ത് നിന്ന് ലഭിച്ച മൃതദേഹങ്ങളുടെ എണ്ണം ഇപ്പോൾ 252 ആയിട്ടുണ്ട്. ഇതിൽ 172 ശരീരഭാഗങ്ങളും 80 മൃതദേഹങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഇനിയും കൂടുതൽ പേരുടെ ശരീരഭാഗങ്ങളെല്ലാം തന്നെ ഈ തെരച്ചിലിൽ കണ്ടെത്താൻ കഴിയുമെന്നൊരു നിഗമനത്തിലാണുള്ളത്. ഇന്ന് വനമേഖല കേന്ദ്രീകരിച്ചും കുമ്പളപ്പാറ ഉൾപ്പെടെയുള്ള വനമേഖല കേന്ദ്രീകരിച്ചും തണ്ടർബോൾട്ട് സംഘത്തിന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തും. ഇന്നലെ ജനകീയ തിരച്ചിൽ നടത്തിയ ഘട്ടത്തിൽ ഏതാണ്ട് 14 SDPI പ്രവർത്തകരെ കുമ്പളപ്പാറ സമീപം കുടുങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. അവർ ഇന്ന് ഈ മഴ മാറിയ സാഹചര്യത്തിൽ ഇന്ന് അവിടെ നിന്ന് ഇറങ്ങും. അവരെല്ലാം സുരക്ഷിതമായി തന്നെ ഇപ്പോഴും കുമ്പളപ്പാറയിൽ ഉണ്ടെന്നാണ് ഇപ്പോൾ ഈ സേനാ വിഭാഗങ്ങൾ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ തെരച്ചിലിൽ ഇത്തരം 14 പേർ അവിടെ കുടുങ്ങിയ സാഹചര്യത്തിൽ ജനകീയ തെരച്ചിൽ നടത്താതെ സേനാ വിഭാഗങ്ങൾ മാത്രമുള്ള തിരച്ചിലാണ് ഇന്നിപ്പോൾ ചാലിയാർ തീരത്ത് നടക്കുക. എന്തായാലും വൈകിട്ട് വരെ ഈ തെരച്ചിലിൽ ഇന്ന് കൂടുതൽ പേരുടെ ശരീരഭാഗങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. SKN. നിതിൻ അംബുജൻ.